നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2025 പൂരം പത്രികയുടെ പ്രകാശനം നടന്നു. തിരുവള്ളക്കാവ് ക്ഷേത്രനടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ കല്യാൺ ഗ്രൂപ്പ് ചെയർമാൻ TS പട്ടാഭിരാമൻ, വൈദ്യരത്നം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ET നീലകണ്ഠ മൂസിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചേർപ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 76ാമത് ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആചരിച്ചു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റിന്റെ 33ാമത് വാർഷിക സമ്മേളനം നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2025 പൂരം പത്രികയുടെ പ്രകാശനം നടന്നു. തിരുവള്ളക്കാവ് ക്ഷേത്ര നടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ കല്യാൺ ഗ്രൂപ്പ് ചെയർമാൻ TS പട്ടാഭിരാമൻ, വൈദ്യരത്നം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ET നീലകണ്ഠ മൂസിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, ജനറൽ സെക്രട്ടറി CS ഭരതൻ, ട്രഷറർ K ശ്രീവത്സൻ, വൈസ് പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരി, വൈസ് പ്രസിഡന്റ് A രവീന്ദ്രനാഥൻ, C മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി PN ഗണേശൻ, AG മണികണ്ഠൻ, വേണു പ്ലാക്കൽ, എടക്കുന്നി മാധവൻ വാര്യർ, തിരുവള്ളക്കാവ് ക്ഷേത്രം ഭാരവാഹികൾ രവീന്ദ്രൻ പട്ടത്ത്, രാജേന്ദ്രൻ ആറാട്ടുപുഴ, അന്തിക്കാട് രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 76ാമത് ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആചരിച്ചു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TN ഉണ്ണികൃഷ്ണൻ, ഷൈജ വിനോദ്, സുബിത, VB രാജൻ, KR പിയൂസ് എന്നിവർ സംസാരിച്ചു. ഷാജൻ കൈപ്പുള്ളി, ജോർജ് ആൻഡോ, ജോൺ ആന്റണി, ഷെനൽ പെരുവനം, വിദ്യാ രമേശ്, സിനി പ്രദീപ്, അൽഫോൺസ പോൾസൺ, പ്രവീൺ അഞ്ചേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 75 വർഷമായി ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യയുടെ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ യാതൊരു മാറ്റവും കൂടാതെ ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ രാജ്യത്തിലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗ്രാമീണ ജനതയുടെ ജീവിതത്തെ പഠിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള സ്വാതന്ത്ര്യ സമരം നയിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇന്ത്യ എന്നാൽ എന്താണ് എന്നതിന് ആദ്യമായി രൂപം നൽകാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനും ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ലക്ഷോപലക്ഷം ജനങ്ങളെ കൊണ്ടാണ് അദ്ദേഹം നയിച്ചുകൊണ്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിൽ കടന്നുപോയത്. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒരുപാട് പേർ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിൽ കടന്നുപോയത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് മുന്നോട്ട് പോയി ഒരു ചർക്ക എന്നൊരിടത്ത് അഹിംസാ പ്രവർത്തനത്തിലൂടെ ലോകത്തിലാദ്യമായി അഹിംസാ പ്രവർത്തനത്തിലൂടെ സ്വാതന്ത്ര്യം നൽകാൻ കഴിഞ്ഞ ഏക രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റിന്റെ 33ാമത് വാർഷിക സമ്മേളനം നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NM പ്രേമപത്മിനി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം VK ഫാരിഫാബി, KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി VS വിജയഗോപാലൻ, ജില്ലാ കമ്മിറ്റി അംഗം MR കാളിക്കുട്ടി, ബ്ലോക്ക് പ്രസിഡന്റ് മേഴ്സി പോൾ, ബ്ലോക്ക് സെക്രട്ടറി KS മോഹനൻ, ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ PK ലാൽ മാസ്റ്റർ, ബ്ലോക്ക് വനിതാ വേദി കൺവീനർ KK അംബിക ടീച്ചർ, ബ്ലോക്ക് ട്രഷറർ PP ഗോപിനാഥൻ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഗ്രേസി ജോൺസൺ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് EP ദേവസി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 80 വയസ്സു കഴിഞ്ഞ മെമ്പർമാരെ ആദരിച്ചു. സ്കൂളിന്റെ റീയൂണിയനൊക്കെ ആഘോഷിക്കുന്ന പോലെ അതും ഒരുപാട് വർഷങ്ങൾ കൂടുമ്പോഴാണ് ഒന്ന് കൂടി ചേരുന്നത്. പക്ഷെ നിങ്ങൾ എല്ലാ വർഷവും
ഓരോ വർഷത്തിലുണ്ടാകുന്ന പ്രധാന പരിപാടികളിലും ഒക്കെ നിങ്ങൾ ഇതുപോലെ ഒരു കുടുംബം പോലെ ഒത്തുചേരുക എന്ന് പറയുന്നത് തമ്മിൽ കാണാനും സൗഹൃദം പങ്കുവയ്ക്കാനും സങ്കടങ്ങളും എല്ലാം പങ്കുവെച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ പരിഹരിച്ചെടുക്കുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ അവകാശങ്ങളും മറ്റും നമ്മൾ നേടിയെടുക്കുന്നതിന് നമ്മളെപ്പോഴും രംഗത്തിറങ്ങാതെ തന്നെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒത്തുകൂടി നിന്നുകൊണ്ട് തന്നെ നമുക്കതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക. പൊട്ടുച്ചിറ DMLP സ്കൂളിലെ പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ 2021-2022 വർഷത്തെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ അധ്യക്ഷത വഹിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയ, രമ്യ ഗോപിനാഥൻ, MK അബ്ദുൽ സലാം, PK ലോഹിതാക്ഷൻ, AO MV സുനിൽകുമാർ, KS മനോജ്, PS അഷ്റഫ്, PA ഉബൈദു, KR രാജൻ, PC അശോകൻ, PTA പ്രസിഡന്റ് റൈഹാനത്ത്, സ്കൂൾ മാനേജർ KK കൊച്ചു മുഹമ്മദ്, ഹെഡ് മിസ്ട്രസ് നിസി T തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം ചേർന്നു. പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K നന്ദകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി TK രാജു, മണ്ഡലം നേതാക്കളായ CO ജോൺസൺ, ഡേവിസ് കണ്ണനായ്ക്കൽ, ശ്രീനിവാസൻ വെങ്ങാലി, വിചാർ വിഭാഗ് മണ്ഡലം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ കുറുവത്ത്, ജോസ് ചാഴൂർ, മാലതി പരമേശ്വരൻ, രവി കോപ്പക്കാട്ടിൽ, പോൾ കുന്നൻ, വിൻസൻ, സന്തോഷ് CL എന്നിവർ സംസാരിച്ചു. ടീംസ് ഓഫ് മര്യാദമൂല ശ്രീ ധർമ്മശാസ്ത്ര കാവടി സമാജം സാമൂഹിക പ്രവർത്തനങ്ങൾക്കും വിദ്യാരംഭത്തിന്റെ കാവടി സംബന്ധമായ പ്രവർത്തനങ്ങൾക്കുമായുള്ള സംഭാവന കൂപ്പണിന്റെ ആദ്യ വിപണനം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഭാഗ്യനാഥൻ ആദ്യ വിൽപ്പന നടത്തി. ഞാൻ സത്യത്തിൽ ധരിച്ചിരുന്ന ഒരു കാവടി സമാജത്തിൻ്റെ സാമ്പത്തിക നേട്ടം ലക്ഷ്യമായിട്ടൊരു കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പോഴും നോട്ടീസിൽ കണ്ടത് വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ്. സത്യത്തിൽ ഞാനിവിടെ വന്നത് കാവടി സമാജങ്ങളുടെയും തൈപ്പൂയങ്ങളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ്. അന്ന് കാവടി സമാജങ്ങൾക്കായിട്ട് ഏറ്റവും നല്ല കാവടി സമാജത്തിന് ഷീൽഡ് ഉണ്ടാക്കിയത് എൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ ആ കാലഘട്ടം കഴിഞ്ഞോടുകൂടിയിട്ട് നിന്നു. ഫസ്റ്റും സെക്കൻഡും തേർഡും പ്രൈസുകൾ വെച്ചിട്ട് കാവടി സമാജങ്ങൾക്ക് നൽകിയിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ചെറിയ തോതിലെങ്കിലും അന്ന് നൽകാൻ തുടങ്ങിയിരുന്നു. തന്നെയല്ല, ഏറ്റവും നല്ല നമ്മൾ അന്ന് ഇങ്ങനെ ഒരു സെൻട്രൽ കമ്മിറ്റി ഉണ്ടാക്കാൻ തന്നെ കാരണം ഈ തൈപ്പൂയം വളരെ മോശമാകുന്നു, കാവടി സമാജങ്ങൾ 3ലേക്ക് കുറയും എന്നുള്ളൊരു ആശങ്ക ഞങ്ങൾ CN മറ്റേ നാരായണൻകുട്ടി എൻ്റെ കേട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ സെൻട്രൽ കമ്മിറ്റി അന്ന് രൂപം കൊടുത്തത്. അതിനുശേഷം അത് 6ലേക്ക് എത്തിക്കാൻ കാവടി സമാജം വീണ്ടും നിന്നുപോയ കാവടി സമാജങ്ങളൊക്കെ വീണ്ടും കൊണ്ടുവന്ന് അത് 6ലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് 7ഉണ്ടെന്ന് തോന്നുന്നു കാവടി സമാജം. അന്ന് അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു പന്തൽ, ലക്ഷങ്ങൾ ചെലവ് ചെയ്തുകൊണ്ടുള്ള പന്തലുകൾ ഉണ്ടാക്കി അന്ന് ആ കാലഘട്ടത്തിൽ.
ക്ലബ്ബ് പ്രസിഡന്റ് CN വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയിയായ ക്ലബ്ബ് അംഗത്തിന്റെ മകൾ പൂജയെ ചടങ്ങിൽ ആദരിച്ചു. രക്ഷാധികാരി സജി തെക്കൂട്ട, യൂത്ത് വിംഗ് പ്രസിഡന്റ് അതുൽ എന്നിവർ വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി, ക്ലബ്ബ് സെക്രട്ടറി CN ജയമോഹൻ, അംഗങ്ങളായ വേണുഗോപാൽ, ദേവദാസ് എന്നിവർ സംസാരിച്ചു. വിദ്യാരംഭത്തിന്റെ കാവടി നടത്തിപ്പുമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ നടത്തുന്ന സമയത്ത് വേണ്ട ഫണ്ടും അതിനെല്ലാം കൂടിയിട്ട് ക്ലബ്ബ് ഒരു ഫണ്ട് ശേഖരണാർത്ഥം ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. 2000 രൂപയുടെ കൂപ്പണുകളാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. ആ കൂപ്പൺ ഒരു വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ സംരംഭമാണ് ഇന്നിവിടെ കുറിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ക്ലബിന്റെ പ്രവർത്തനം കേവലം കാവടി ആഘോഷം മാത്രമല്ല. നാടിന്റെ ഏതൊരു പ്രശ്നം വരികയാണെങ്കിലും ടീംസ് ഓഫ് മര്യാദമൂല ശ്രീ ധർമ്മശാസ്ത്ര കാവടി സംഘം ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് വന്ന സമയത്തും അതുപോലെ നമ്മുടെ ഈ ഗ്രാമത്തിലെ യുവാക്കളായിട്ടുള്ള ആളുകളും അതുപോലെ 50 വയസ്സിന് താഴെയുള്ള ആളുകളുമെല്ലാം കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് ടീംസ് ഓഫ് മര്യാദമൂല ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ഈ വഴികളിൽ ഓരോ വീടിന്റെയും ഉമ്മറത്ത് ഓരോ ഡോക്ടർമാരെയും ഇരുത്തി പരിശോധന നടത്തിയിട്ടുള്ള ഒരു സംഘമാണിത്. കോടന്നൂർ PSC സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ആചരിച്ചു. സംഘം പ്രസിഡന്റ് CO ജേക്കബ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗങ്ങളായ ബിന്ദു അശോകൻ, M സേതുമാധവൻ, TK രാജു, AR ജോസ്, CR വേലായുധൻ, പോൾ കുന്നൻ, കുട്ടൻ K, ബെന്നി വെങ്ങണിശ്ശേരി, വർഗീസ് PA, അശോകൻ കാരണത്ത്, ഷിജോ ജോണി, സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു എന്നിവർ സംസാരിച്ചു. അമ്മാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 222ാമത് അമ്പ് തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ നടന്ന ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് ലൂർദ് കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ അനുജ് ചാലിൽ മുഖ്യ കാർമ്മികനായി. മാനന്തവാടി കാരുണ്യ നിവാസ് റവറന്റ് ഫാദർ ജെയ്സൺ കാഞ്ഞിരംപാറയിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയിൽ റവറന്റ് ഫാദർ പോൾ പെല്ലിശ്ശേരി മുഖ്യ കാർമ്മികനായി. തുടർന്ന് തിരുനാൾ പ്രദർശനം, വർണ്ണമഴ, തിരുമുറ്റത്ത് എന്നിവ നടന്നു. തിരുനാൾ കർമ്മങ്ങളിലും തിരുനാൾ പ്രദർശനത്തിലും നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് 76ാമത് റിപ്പബ്ലിക് ദിനം ആചരിച്ചു. പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി പതാക ഉയർത്തി. പ്രദീപ് കുമാർ VK, അബ്ദുൾ മജീദ് മുത്തുള്ളിയാൽ, ലതാ സുരേന്ദ്രൻ, ഇന്ദു റാണി MS എന്നിവർ സംസാരിച്ചു. പെരുമ്പള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി സമാപിച്ചു. ചടങ്ങുകൾക്ക് വെള്ളത്തിട്ട് കിഴക്കേടത്ത് മാധവൻ നമ്പൂതിരി മുഖ്യ യജ്ഞാചാര്യനായി. ഹരികുമാർ കൊട്ടാരക്കര, വിഷ്ണു പറവൂർ, വിഷ്ണു തിരുവനന്തപുരം തുടങ്ങിയവർ സഹ ആചാര്യന്മാരായി. എല്ലാ ദിവസവും അന്നദാനവും സമാപന ദിവസം മഹാപ്രസാദഊട്ടും നടന്നു. ക്ഷേത്രസമിതി ജനറൽ കൺവീനർ M രാമചന്ദ്രൻ യജ്ഞാചാര്യന് ഉപഹാരം നൽകി ആദരിച്ചു. സെക്രട്ടറി CN ബാലൻ, K സുബിൻകുമാർ, V രാഘവൻ നായർ, MB ബാബു, PM ബിജു, ശങ്കരനാരായണൻ, ഉഷ വേണു, ബിന്ദു ഉണ്ണികൃഷ്ണൻ, രമ ആഞ്ചേരി, സ്വപ്ന ഭാഗ്യ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കടലാശ്ശേരി മാനവം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷവും വിദ്യാർത്ഥികൾക്കായി ഇന്ത്യ എൻ്റെ രാജ്യം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. ലഫ്റ്റനന്റ് കേണൽ ജയൻ P നമ്പ്യാർ ചടങ്ങുകൾക്ക് ഉദ്ഘാടനം ചെയ്തു. C വിജയൻ അധ്യക്ഷത വഹിച്ചു. വളരെ ദീർഘകാലം രാജ്യത്തിനു വേണ്ടി സൈനിക സേവനം നടത്തിയ P ഗോവിന്ദൻകുട്ടിയെ ചലച്ചിത്ര നിർമ്മാതാവും ട്രസ്റ്റ് അംഗവുമായ MG വിജയ് ആദരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഇന്ത്യൻ ഭരണഘടനയെ ആസ്പദമാക്കി രാജൻ നെല്ലായി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. കുട്ടികൾ ചടങ്ങിൽ ദേശഭക്തി ഗാനങ്ങളും പ്രഭാഷണങ്ങളും അവതരിപ്പിച്ചു. മാനേജിംഗ് ട്രസ്റ്റി PS ശിവരാമൻ, രമേശ് NK, മറ്റു ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം സംഘടിപ്പിച്ചു.
നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പരിധിയിലെ പട്ടികജാതി പദ്ധതികളെ സംബന്ധിച്ചും മേഖലയിൽ നടപ്പിലാക്കേണ്ട ഭാവി പദ്ധതികളെക്കുറിച്ചുമായിരുന്നു അവലോകന യോഗത്തിന്റെ പ്രമേയം. ത്രിതല പഞ്ചായത്ത് പദ്ധതികളിലും പട്ടികജാതി വകുപ്പിൽ നിന്നുള്ള പദ്ധതികളിലും ലഭ്യമായ മുഴുവൻ ഫണ്ടും കാര്യക്ഷമമായി ചെലവഴിക്കുന്നുവെന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉറപ്പുവരുത്തണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഇതിനായി ആവശ്യമെങ്കിൽ അധിക തുക MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിലെ താന്യം, ചാഴൂർ, അന്തിക്കാട് പഞ്ചായത്തുകളിലെയും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെയും പദ്ധതികൾ വിലയിരുത്തിയ MLA ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. പട്ടികജാതി മേഖലകൾ കോളനി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥിതി പൂർണ്ണമായും ഒഴിവാക്കി നഗരെന്നോ അനുയോജ്യമായ മറ്റു പേരുകളോ നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് KK ശശിധരൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, ബ്ലോക്ക് വികസനകാര്യ ചെയർമാൻ രാമചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് സെക്രട്ടറി, പട്ടികജാതി വികസന ഓഫീസർ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനമൊട്ടാകെയും സംസ്ഥാനത്തിന് പുറത്തുമുള്ള ഏജന്റുമാർക്ക് വ്യാജ സ്വർണം നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്നയാളെ കോതമംഗലത്ത് നിന്ന് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം സ്വദേശി പറക്കുടിയിൽ പുത്തൻപുര വീട്ടിൽ 60 വയസ്സുള്ള പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത്. എടത്തുരുത്തി കിസാൻ സർവീസ് സഹകരണ സംഘത്തിൽ വ്യാജ സ്വർണം പണയം വെച്ച് 15 ലക്ഷം തട്ടിയ കേസിന്റെ തുടരന്വേഷണത്തിനിടയിലാണ് ഇയാൾ പിടിയിലായത്. ഇതോടെ ഈ കേസിൽ 5 പേർ പിടിയിലായി. ബഷീർ ബാബു, ഗോപകുമാർ, കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ റൌഡിയായ രാജേഷ് എന്നിവരാണ് നേരത്തെ പിടിയിലായത്. പ്രദീപിനെതിരെ കേരളത്തിലും കർണാടകയിലുമായി 13ഓളം കേസുകളുണ്ട്. വ്യാജ സ്വർണം നിർമ്മിക്കാൻ ഉണ്ടായിരുന്ന ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ M. ഷാജഹാൻ, SI-മാരായ KS സൂരജ്, K. മുഹമ്മദ് സിയാദ്, സീനിയർ CPO-മാരായ TS സുനിൽകുമാർ, KR ഗിരീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7555 രൂപ, പവന് 60,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2025 പൂരം പത്രികയുടെ പ്രകാശനം നടന്നു. തിരുവള്ളക്കാവ് ക്ഷേത്രനടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ കല്യാൺ ഗ്രൂപ്പ് ചെയർമാൻ TS പട്ടാഭിരാമൻ, വൈദ്യരത്നം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ET നീലകണ്ഠ മൂസിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചേർപ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 76ാമത് ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആചരിച്ചു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് K. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റിന്റെ 33ാമത് വാർഷിക സമ്മേളനം നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.